ഡോക്ടർ നമസ്കാരം. ഡോക്ടർ ഒരു 40-45 വർഷത്തെ സർവീസാണ് ഡോക്ടർക്ക് ഈ ആയുർവേദത്തിലുള്ളത്. ഈ വെള്ളപ്പാണ്ടിന് ഇപ്പൊ ശരിയായിട്ടും ആയുർവേദത്തിൽ ശക്തമായ ചികിത്സയുണ്ട്. ഞാൻ അനേകം കേസുകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ കാരണം നമ്മുടെ ശരീരത്തിൽ രണ്ട് സ്കിന്നാണുള്ളത്. വൺ ഈസ് ദ എക്സ്റ്റേണൽ സ്കിൻ, വൺ ഈസ് ദ ഇന്റേണൽ സ്കിൻ, ദാറ്റ് ഈസ് മ്യൂക്കസ് മെമ്പറൈൻ, മൗത്ത് ടു ഏനസ്. അകത്ത് കാണുന്നത്, അകത്ത് നോക്കൂ, നമ്മൾ കൺപോള നോക്കിയാലും വായിലകം നോക്കിയാലും കൈവെള്ളം നോക്കിയാലും കാൽവെള്ളം നോക്കിയാലും എല്ലാം റെഡിഷ് കളറാണ്. ആ റെഡിഷ് കളർ മാറ്റിയിട്ട് കറുത്ത കളർ വരുന്നത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് ഇത് വരുന്നത്. വായിലകത്തും ഏനസ് വരെയുള്ള ഭാഗത്തോട്ടും സൂര്യപ്രകാശം തട്ടുന്നില്ല. ഇപ്പം ഈ വെള്ളപ്പാണ്ട് പറഞ്ഞ അസുഖത്തിന് അതിൻ്റെ ഒറിജിൻ സ്റ്റാർട്ടിങ് ഈ പറയുന്ന ബൗണ്ടറിയിൽ, കൺപോളയിൽ, ചുണ്ടിൻ്റെ ഭാഗത്ത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ്. വൈറ്റ് സ്കിന്നും റെഡ് സ്കിന്നും ബ്ലാക്ക് സ്കിന്നും. പിന്നെ കൈവെള്ളയിൽ വിരലിൻ്റെ അറ്റം, ഇതെല്ലാം ബൗണ്ടറീസാണ് ഈ രണ്ട് സ്കിന്നിൻ്റെയും. ആ ഭാഗത്താണ് ഒറിജിനെങ്കിൽ അത് തീർച്ചയായും ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ട് അത് അവിടെയും പടർന്നു നേരിച്ച് കുഴപ്പമില്ല. അക്കോർഡിംഗ് ടു പഴക്കം അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ സമയമെടുക്കും. നമുക്ക് തീർച്ചയായും ഭേദമാക്കാം. ഇഷ്ടം പോലെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പരിപൂർണമായിട്ടും മാറ്റാം. ഈ പറഞ്ഞ രീതിയിലായിരിക്കണം. ഒറിജിൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ഫ്രം ദ ബൗണ്ടറി ഓഫ് ദ എക്സ്റ്റേണൽ സ്കിൻ ആൻഡ് ഇന്റേണൽ സ്കിൻ. കാരണം ഇന്റേണൽ സ്കിന്നിൽ ദെയർ ഈസ് നോ മെലാനിൻ. അപ്പൊ അതിനവിടെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അല്ലാതാണ് ശരീരത്തിന്റെ പല ഭാഗത്തും വന്നിട്ട് പുറമേ കാണിക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളിൽ വന്നത് അതുപോലെ ഇരിക്കുകയും ബാക്കി എല്ലാം ആ പേഷ്യൻ്റെ എല്ലാം സുഖമാവുകയും ചെയ്തു. കാരണം ആ ഭാഗം പുള്ളിക്ക് വെയിലത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അതുപോട്ടെ ഷർട്ട് തുണിയിടുന്ന ഭാഗമാണല്ലോ, അത് പോട്ടെ വെച്ചിട്ട് ബാക്കിയെല്ലാം മാറി. അവിടെ മാറിയിട്ടില്ല. ഒള്ളി മെലാനിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ മെലാനിൻ ക്രിയേറ്റ് ആവൂ. ഇപ്പൊ ഈ ധാരാളം ഈ 40+, 50+ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ധാരാളം മറവി ഉണ്ടാകാറുണ്ട്. ഈ മറവി രോഗത്തിന് എന്താണ് ആയുർവേദത്തിൽ പറഞ്ഞത്? മറവി രോഗത്തിന് ശരിയായ ഒരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിന് ചില ടെക്നിക്കൽ പ്രയോഗങ്ങളാണ് സാധാരണ ചെയ്യുന്നത്, ചില ടെക്നിക്സ്. അതായത് ആയുർവേദത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ അതിനുവേണ്ടി പറയുന്നുണ്ട്. അതൊന്നും തന്നെ പൂർണ്ണമായിട്ടും ക്ലിനിക്കലി പ്രൂവ്ഡ് അല്ല, ഇത് സക്സസ്ഫുൾ ആണ് എന്ന് പ്രൂവ്ഡ് അല്ല. പിന്നെ നമ്മൾ എന്താ അവലംബിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോളം ആയുർവേദത്തിലുള്ള ഒരുപാട് മരുന്നുകൾ ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ്, 100% സക്സസ്ഫുൾ ആണ്. അങ്ങനെ അല്ല ദോഷകരമാണെന്നോ അല്ലെങ്കിൽ സക്സസ്ഫുൾ അല്ലെന്നോ തെളിയിക്കപ്പെട്ട കേസുകളൊന്നും തന്നെയില്ല. തെളിയിക്കപ്പെട്ട കേസുകളെ ഉള്ളൂ, ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതിന് തെളിയിക്കപ്പെട്ടില്ലെങ്കിലും ആയുർവേദത്തിൽ എല്ലാ മരുന്നും ഫലവത്താണെന്നല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ ഇതും ഫലവത്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ ഈ മറവി രോഗം എന്ന് പറയുമ്പോൾ അതിന് മരുന്നിനേക്കാളും കൂടുതൽ മരുന്നാകാം. ഇങ്ങനൊരു വിശ്വാസം കൊണ്ട് ആ മരുന്ന് കഴിച്ചാൽ ഇങ്ങനെ വ്യത്യാസം വരുമെന്നൊക്കെ പറയുന്ന ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചില ടെക്നിക്സ്. നമ്മൾ ഈ മറവി രോഗം അൾസൈമേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയാനിങ്ങനെ നാക്കിൻ്റെ തുമ്പത്ത് വന്ന് അങ്ങാണ്ട് മറന്നു പോകും. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ, ആ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ ചില ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ ഒരു പേര് മറന്നുപോയി, അത് എന്തായിരുന്നു, വളരെ ഫെമിലിയറായ പേരായിരുന്നു, പക്ഷേ മറന്നുപോയി കിട്ടുന്നില്ല. ഞാൻ പലരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു ടെക്നിക്ക്. ആൽഫബറ്റിക് ഓർഡറിലൊന്ന് കൊണ്ടുവരിക. ഏതിൽ നോക്കണം, ആനന്ദൻ, അംബുജാക്ഷൻ, ഇല്ല അതിലല്ല, ഉടനെ അടുത്ത ബിയിൽ. അങ്ങനെ വരുമ്പോൾ ഈ പർട്ടിക്കുലർ ലെറ്ററിൽ വരുമ്പോൾ നമുക്ക് പിന്നെ അവർക്ക് കൊടുക്കാവുന്ന വേറെ മരുന്ന് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയിലേക്ക് കൊടുക്കുക. കാരണം അവർ സ്വയമായിട്ട് വിശക്കുന്ന അവർക്ക് അറിയത്തില്ല, ഓർമ്മിക്കത്തില്ല, എപ്പോഴാണ് കഴിച്ചതെന്ന് ഓർക്കത്തില്ല. ഇങ്ങനെയൊക്കെ മറി വരുന്ന സമയത്ത് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ പ്രൊവൈഡ് ചെയ്യുക. ഈ ധാര ബ്രെയിനിന് കുറച്ച് ഉണർവ് കിട്ടുന്ന അതെ. ധാര എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബോഡി മെറ്റബോളിസം അനലൈസ് വരുമ്പോൾ എല്ലാത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും എല്ലാത്തിൻ്റെയും റൂട്ട് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റവും പിന്നെ നമ്മുടെ ഹോർമോൺസും ഇതൊക്കെയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ആയുർവേദത്തിൽ പറയുന്നത് ഊർധ്വമൂലം അധശാഖം ഇഷയ പുരുഷം വിദു,
ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ട്രീ പോലെയാണ്. ട്രീയുടെ വേരുകളെല്ലാം ചോട്ടിലാണ്. നമ്മൾ വെള്ളവും വളവും എല്ലാം ഒഴിച്ചു കൊടുക്കുന്ന അവിടാണ്. അത് അവിടെ നിന്ന് കടന്ന് മേലോട്ട് പോയി അങ്ങ് ഈ ഇലയുടെ അഗ്രം വരെ എത്തുന്നു. അങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത് വൃക്ഷത്തിന്. മനുഷ്യൻ്റെ റൂട്ട് എന്ന് പറയുന്ന ഈ നർവ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദ ബ്രെയിൻ 12 ജോഡി ക്രേനിയൽ നർവ്സ് ആണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പിന്നെ ഓരോ അംഗങ്ങളിലും പോകുമ്പോഴും ബ്രാഞ്ച് ചെയ്ത് കാലിലെ നഖത്തിൻ്റെ അറ്റം വരെ എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ടായ ഈ ബ്രെയിനിൽ അല്ലെ തലയിൽ അല്ലെങ്കിൽ ഫ്രോണ്ടൽ ഹെഡിൽ പ്രയോഗിക്കുന്ന ചികിത്സ മോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അത് അങ്ങനെ ചെയ്യുമ്പോൾ റേഡിയേഷൻ മുഖാന്തരം അതിൻ്റെ എഫക്റ്റ് ഈ എണ്ണ വലിച്ചങ്ങ് കാലിൻ്റെ ഭാഗത്തോടൊന്നും ചെല്ലില്ല. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ എണ്ണ പുരട്ടിയൊക്കെ പാകപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ദേഹം മൊത്തം എണ്ണ പുരട്ടും. എന്നിട്ടാണ് നമ്മൾ ഈ ധാരാളം. കാരണം അകത്തുകൂടെ ഇതിൻ്റെ പ്രസരണം ഉണ്ടാകുമ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് സ്വീകരിക്കാൻ ബോഡിയെ പ്രിപ്പയർ ചെയ്യാണ് ഈ എണ്ണ പുരട്ടിയിട്ട്. അപ്പോൾ അതിന് പർട്ടിക്കുലർ ടൈമിങ്ങും അത് വിവിധങ്ങളായ അത് ചില സമയങ്ങളിൽ രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയും അനുസരിച്ച് വ്യത്യാസം വരുത്തും. മിക്കവാറും ആ എണ്ണ തന്നെ വരട്ടെ. ചിലത് ദേഹത്തേക്ക് വേറെ എണ്ണയും തലയിലേക്ക് വേറെ എണ്ണയും ഉപയോഗിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഇപ്പം എണ്ണ മാത്രമല്ല, മറ്റ് പല ലിക്വിഡുകൾ കൊണ്ടും ധാരാളത്താറുണ്ട്. അതായത് പാൽ കൊണ്ട് നടത്തും, കരിക്കും വെള്ളം കൊണ്ട് നടത്തും, ചില സസ്യങ്ങളുടെ നീര് കൊണ്ട് നടത്തും, ചില കഷായം കൊണ്ട് ധാരാളം നടത്തും, ചില മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്ക് കൊണ്ട്, അതിന് തക്കധാര എന്ന് പറയും, അതുകൊണ്ട് നടത്തും. അത് ഓരോരോ അസുഖങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള മരുന്ന് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഈ നെല്ലിക്ക കൊണ്ട് തളം വെക്കുക എന്ന് പറയും. നെല്ലിക്ക പ്രത്യേകിച്ച് നെല്ലിക്ക തലയും ബ്രെയിനെ തണുപ്പിക്കുന്നതും ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതും പിന്നെ പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾക്കും ENT ഡിസീസസിനും ഈവൻ ഡയബറ്റീസിന് പോലും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു നെല്ലിക്കയ്ക്ക് സംസ്കൃതത്തിലൊരു പര്യായം തന്നെയുണ്ട്. അതാണ് വയസ്സസ്ഥ. വയസ്സസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിനെ സ്ഥിരമായിട്ട് നിർത്തുന്നത്, യൗവനത്തെ നിലനിർത്തുന്നത്. ഇപ്പൊ ഈ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പൊ ധാരാളം ബ്യൂട്ടി പാർലറുകളെ ആശ്രയിക്കാറുണ്ട്. അപ്പം തന്നെ ഒരു എന്തെങ്കിലും കൊടുക്കും, പെട്ടെന്നൊരു റിസൾട്ട് വരും, മുഖത്തൊരു ഗ്ലോ വരും. അപ്പൊ അങ്ങനെ അത്തരം കർമ്മങ്ങളോട് എങ്ങനെയാണ് ഡോക്ടർ പ്രതികരിക്കുന്നത്? അത് ഒരു താൽക്കാലികമായ പരിഹാരം മാത്രമാണത്. അതായത് നമ്മളൊരു ചുവര് റഫായിട്ട് അഴുക്ക് പിടിച്ചൊക്കെ മോശമാകുമ്പോൾ നമ്മൾ ഉരച്ച് പെയിൻ്റ് അടിക്കുന്നു. ആ ഉരയ്ക്കുന്നിടത്ത് അകത്തുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഉരച്ച് പുറത്ത് കളയാതെ നമ്മൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. അത് വീണ്ടും അത് പെനിട്രേറ്റ് ചെയ്ത് തള്ളി പുറത്തോട്ട് വരും. അപ്പോൾ ഈ ആയുർവേദത്തിൽ പൊതുവെ സൗന്ദര്യവർദ്ധകത്തിന് മാത്രമല്ല ഏത് രോഗത്തിനായാലും അതിൻ്റെ റൂട്ട് കോസ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വേണം അതിന് ശാശ്വതമായ പരിഹാരം കൊടുക്കാൻ. ഇപ്പോൾ ശോധന ശരിയല്ലെങ്കിൽ കാലിൻ്റെ വണ്ണയൊക്കെ ഉരുണ്ട് കയറാറുണ്ട്. ഇപ്പൊ ഈ ശോധന ശരിയാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ശരിയായിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ആയുർവേദത്തിൽ ഒരു രോഗിയെ കിട്ടുമ്പോൾ ശോധനയുമായിട്ട് ബന്ധപ്പെട്ട് 3 തരത്തിൽ ശോധനയുള്ള ആൾക്കാരുണ്ട്. അതിന് പറയുന്നത് ടെക്നിക്കൽ വേർഡ് ക്രൂരകോഷ്ടം, മധ്യകോഷ്ടം, മൃദുകോഷ്ടം. ക്രൂരകോഷ്ടം എന്ന് പറഞ്ഞാൽ ഹാർഡ് മോഷൻ, മൃദുകോഷ്ടം എന്ന് വെച്ചാൽ സോഫ്റ്റ് മോഷൻ, മധ്യകോഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ രോഗിയുടെ കോഷ്ടസ്ഥിതി അനുസരിച്ച് വേണം ഈ വയറ് ക്ലിയർ ആകാനുള്ള മരുന്ന് കൊടുക്കാൻ. അതുമാത്രമല്ല വേറൊന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ അതും ആയുർവേദത്തിൽ പറയുന്നത് ബഹുകൽപ്പം, ബഹുഗുണം, സമ്പന്നം, യോഗ്യമോഷം, അങ്ങനെയുള്ള മരുന്ന് നമ്മൾ കയ്യിലെപ്പോഴും സ്റ്റോക്ക് വേണം. കാരണം ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റും ഒരു കൊളസ്ട്രോൾ പേഷ്യൻറ്റും ഒരു അസിഡിറ്റി പേഷ്യൻറ്റും എൻ്റെ അടുത്ത് വന്നു. അസിഡിറ്റി പേഷ്യൻറ്റ് കൊടുക്കുന്ന മരുന്നെല്ലാം കൊളസ്ട്രോളുകാരന് കൊടുക്കാൻ പറ്റില്ല. അത് എണ്ണയോ കൊഴുപ്പോ ഉള്ള മരുന്നായിരിക്കും. അപ്പോൾ അവന് കൊഴുപ്പില്ലാത്ത കഷായമോ ചൂർണമോ കൊടുക്കേണ്ടി വരും. ഡയബറ്റീസുകാരന് ഇവന് കൊടുക്കുന്ന മധുരമുള്ള മരുന്ന് അവന് കൊടുക്കാൻ പറ്റില്ല. അവന് അപ്പോൾ വേറൊരു മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു മരുന്ന് എന്ന് ഒറ്റ വാക്ക് പറയാൻ പറ്റില്ല. ശോധന ശരിയാക്കാൻ ഏതെങ്കിലും ഒരു മരുന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് രോഗിക്കാണ് നമ്മൾ ചികിത്സിക്കുന്നത്, രോഗത്തെ അല്ല. അവിടെയാണ് നമുക്കെല്ലാം തെറ്റുപറ്റുന്നത്. ഈ പണ്ട് കാലങ്ങളില് 6 മാസം കൂടുമ്പോഴൊക്കെ കുട്ടികളുടെ വയർ വെക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയല്ല. എൻ്റെ കാരണം
ഈ ശോധനീയരായിട്ടുള്ള രോഗികളും ശോധന ചെയ്യാൻ പാടില്ലാത്ത രോഗികളും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബാലന്മാരും വൃദ്ധന്മാരും ഗർഭിണികളും അങ്ങനെ എല്ലാ ശോധനാഔഷധങ്ങളും കഴിക്കാൻ പാടില്ല എന്നുണ്ട്. ഈ ബാലൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ 10 വയസ്സാണ് വരെയാണ് കണക്കാക്കുന്നത്. പിന്നെ കൗമാരത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുതിർന്ന ബാലന്മാർക്ക് ശോധന ചെയ്യുന്നുണ്ട്. തീരെ ഇൻഫാൻസിന് ശോധന അങ്ങനെ ചെയ്യുന്നതും അടിക്കടി ചെയ്യുന്നതും അത്ര നല്ലതല്ല. കാരണം അവരുടെ എല്ലാ ഓർഗൻസും വളരെ സോഫ്റ്റാണ്. അപ്പോൾ അതിന് ടോളറൻസി കുറവായിരിക്കും. ഇപ്പോൾ ഈ ശോധന ഇല്ലാത്തത് പല കാരണം കൊണ്ടാകാം. ആഹാരത്തിൻ്റെ രീതി കൊണ്ട്, ആഹാരത്തിൻ്റെ റെസിഡ്യൂ ആണല്ലോ ശോധന എന്ന് പറയുന്നത് പുറത്ത് പോകുന്നത്. അപ്പോൾ അത് മെയിൻലി ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. പിന്നെ വേറൊരു കാര്യം, ശോധനയ്ക്ക് ഒരാളിന് ശോധനക്കുറവുണ്ടെങ്കിൽ ഉടനെ ഒരു പർഗേറ്റീവോ ലാക്സേറ്റീവോ ആയിട്ടുള്ള മരുന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഹാബിച്വൽ ഫോർമേഷൻ ഉണ്ടാക്കും. പിന്നെ അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്നൊരു അവസ്ഥയിലോട്ട് പോകും. അതിനേക്കാളും ഈ പർട്ടിക്കുലർ രോഗിക്ക് ശോധനയില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഐറ്റംസൊക്കെ നമ്മളൊന്ന് കേൾക്കണം. വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കണം. ഏതെല്ലാം ആഹാരത്തിലോടാണ് അവർക്ക് താല്പര്യം കൂടുതലെന്ന് വേണം. അപ്പോൾ ആ രീതിയിൽ ഫോമായി വരും അവരുടെ മോശത്തെ രീതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ കിട്ടിയപ്പോൾ എല്ലാം അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവരുടെ പറഞ്ഞ് മനസ്സിലാക്കുക, ഈ സാധനം പതിവായിട്ട് ഉപയോഗിക്കരുത്. ഇതൊക്കെ പറഞ്ഞാൽ വേറൊരു വാക്ക് ഞാൻ പറയാം. ലാക്സേറ്റീവ് നേച്ചറായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ലാക്സേറ്റീവ് മല അഴിഞ്ഞു പോകുന്നത് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. കോൺസ്റ്റിപ്പേറ്റീവായിട്ടുള്ള ഐറ്റംസ് കഴിവതും ഒഴിവാക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഈ 3 സ്റ്റെപ്പ് നമ്മൾ വെക്കാമെങ്കിൽ ഒരു സ്ട്രിക്റ്റായിട്ടൊന്ന് പാലിക്കാമെന്നുണ്ടെങ്കിൽ വിത്തിൻ എ വീക്ക് ഇറ്റ് സെൽഫ് ദേ ക്യാൻ ബ്രിങ് ബാക്ക് ടു ദ നോർമൽ മോഷൻ കണ്ടീഷൻ. ഈ പോസ്ട്രേറ്റ് ക്യാൻസർ അതൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ ഞാൻ ഈയിടെ ഉള്ളത് വായിച്ചപ്പോ അവിടെ 60-65% ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ചിലർ അറിയാതെ പോകുന്നുണ്ട്, അറിഞ്ഞു പോകുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ മലയാളത്തിലെ പേര് തന്നെ പുരുഷഗ്രന്ഥി എന്നാണ്. അതായത് സ്ത്രീകൾക്കില്ലാത്തതും പുരുഷന്മാർക്ക് മാത്രമുള്ളതുമായ ഒരു ഗ്രന്ഥി. അതുപോലെ പുരുഷന്മാർക്കില്ലാത്തതും സ്ത്രീകൾക്കുള്ളതുമായ ഒരു ഗ്രന്ഥിയാണ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പൂർണ്ണമായ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എങ്കിലും ആയുർവേദ രീതിയാൽ പറഞ്ഞാൽ ആയുർവേദ ത്രിദോഷാടിസ്ഥാനത്തിലുള്ളതാണ് വാദപിത്ത കഫം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വാദം മറ്റൊരിലോട്ട് ഞാൻ പോകുന്നില്ല. വാദം എന്ന് പറയുന്നത് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നാഭി എന്ന് പറയുന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത്. പിത്തം മധ്യഭാഗത്തും കഫം ഊർധ്വഭാഗത്തും അങ്ങനെയാണ്. അപ്പോൾ അതിന് വായുവിനെ തന്നെ 5ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ അപാനവായുവിൻ്റെ ഏരിയയാണ് ഈ വസ്തിഭാഗം. അവിടെ ഉള്ള ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നമ്മൾ ജനിക്കുന്ന സമയം മുതൽ വ്യാനൻ, പ്രാണൻ, ഉദാനൻ, സമാനൻ, അപാനൻ എന്ന് പറഞ്ഞ 5 തരം വായുവുണ്ട്. പുരസ്ഥാനം ഉദാനസ്യ വ്യാനോ ഹൃദയ കൃഷ്ണ ദേഗചാരി മഹാജവ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയും പിന്നെ ബാക്കി പരിവാരങ്ങളും അതുപോലെ 5 മന്ത്രിമാർ. അപ്പോൾ അതിൽ അപാനവായുവിൻ്റെ അണ്ടറിലാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഇന്നുവരെ കണ്ടുപിടിച്ച ചില പ്രധാന ധർമ്മങ്ങൾ യൂറിൻ, മോഷൻ, സെക്ച്വൽ ആക്ടിവിറ്റീസ് എന്നീ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിയന്ത്രണം മുഴുവൻ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലാണ് അതിൻ്റെ നിയന്ത്രണം. അപ്പോൾ ഇത് നമ്മളെ ജന്മം മുതലേ നിരന്തരമായിട്ട് ചോദിക്കും, ഹാർട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ട്. അതിനും അതിൻ്റേതായ പരിമിതികളുണ്ട്. ഇപ്പോഴും പലപ്പോഴും ഹാർട്ട് അറ്റാക്കിൻ്റെ അറിയുന്നൊക്കെ ഇപ്പോൾ കൂടി വരിക. അപ്പോൾ ഇത് നിരന്തരമായിട്ട് പ്രവർത്തിച്ചിട്ട് പിന്നെ അവരുടെ ജീവിത രീതിയും വ്യത്യസ്തമായ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി പലർക്കും ഇപ്പോൾ കൂടുതലായിട്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ. ചിലത് തനിയെ ഇപ്പം പ്രായണ കണ്ടുവരുന്നത് മിക്കവാറും 50 കഴിഞ്ഞ എല്ലാ പുരുഷന്മാരിലും ചെറുതും വലുതുമായ രീതിയിൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെറുത് മരുന്ന് കൊണ്ട് മാറും, മരുന്നില്ലാതെ കുറേ സമയം കഴിയുമ്പോൾ മാറിക്കൊള്ളും. അത് നമ്മുടെ ഈ ഒരു വർഷത്തെ കാലത്തിൽ തന്നെ ആരോഗ്യ അടിസ്ഥാനത്തിൽ ഇതിന് 6 ഋതുക്കളുണ്ട്. ഈ 6 ഋതുക്കളും ഒരു ദിവസത്തിൽ തന്നെ
രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമമായി തെറ്റാതെ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ദിനചര്യ എന്ന് പറയും. മറ്റേത് ഋതുചര്യ എന്ന് പറയും. വസന്തം, ഗ്രീഷ്മം, ശരത്ത്, ഹേമന്തം, വർഷം, ഹിമം. ഈ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളും ആഹാര രീതിയും ഒക്കെ വ്യത്യസ്തമാണ് ആ കാലഘട്ടത്തിനനുസരിച്ച്. ഇന്ന് അതൊക്കെ ആരാ നോക്കുന്നത്? അപ്പോൾ അതിൻ്റേതായ ദോഷം. അപ്പോൾ ഈ വസന്തകാലത്തിൽ പ്രവർത്തന രീതി ആയിരിക്കത്തില്ല പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ശൈത്യകാലത്ത്, അല്ലെങ്കിൽ വേനൽക്കാലത്ത്, അല്ലെങ്കിൽ വേറൊരു കാലത്ത്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ എന്നും ഡെയിലി റൊട്ടീൻ ഒരേപോലെ പോകുന്നു. ചിലരുടെ മദ്യപിക്കുന്നവരാണെങ്കിൽ എന്നും ഒരു ബ്രാൻഡ് മദ്യം, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിലും പ്രത്യേകം ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഇന്ന മദ്യം ഇന്ന കാലഘട്ടത്തിൽ വേണം കഴിക്കാൻ. നിങ്ങളുടെ ബ്രാൻഡ് ഏതെന്ന് ചിലരൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു ബ്രാൻഡ് പാടില്ല. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തണം. ഇപ്പോഴത്തെ ജങ്ക് ഫുഡ് കഴിക്കുന്നവർ അതിൻ്റെ കൂടെ ഒരു ഗുളികയോടെ വിഴുങ്ങിക്കോണം. അത് അതിൻ്റെ അപ്പം രണ്ട് ദോഷം കിട്ടും. ഈ ജങ്ക് ഫുഡിൻ്റെ ദോഷവും കിട്ടും, ഈ സപ്ലിമെൻറ്റ് കഴിക്കുന്ന അതിൻ്റെ ദോഷം കൂടെ കിട്ടും. അപ്പോൾ ഡബിൾ ദോഷം കിട്ടിക്കോളും. ഇതൊക്കെ കഴിക്കാം, പക്ഷെ അതിനൊരു നിയന്ത്രണം വേണം അല്ലേ? അതല്ല, ഇപ്പം തന്നെ നമ്മൾ നേരിടുന്ന എല്ലാ ആരോഗ്യ പ്രശ്നത്തിൻ്റെയും കാരണം നമ്മൾ തന്നെ കമ്മിറ്റ് ചെയ്തതാണ്. കമ്മിറ്റ് വെച്ചാൽ അരി, ഒരു നെല്ല് അതിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ ഉരച്ചരച്ച് തുലിച്ച് എല്ലാം കളഞ്ഞിട്ട് ആ ചവറായ അകത്തുള്ള ഇത് മാത്രം ആണ് നമ്മൾ കഴിക്കുന്നത്. എന്നിട്ട് ഈ വിലയുള്ള സാധനം കളയുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതിനേക്കാളും ദോഷമുള്ള മരുന്ന് മേടിച്ച് കഴിക്കുന്നു. ഇതിന് പകരം സിന്തറ്റിക് ഈസ് ഓൾവേസ് സിന്തറ്റിക്. സപ്ലിമെൻറ്റ്സ് നല്ല അലോപ്പതിയും ചികിത്സിക്കുന്ന നല്ല അറിവുള്ള ഡോക്ടർമാർ പലരും പറയാറുണ്ട്, കഴിവതും നിങ്ങൾ ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുക്കാതിരിക്കും. അതിന് പകരം കുറച്ച് കഞ്ഞവെള്ളം ഒപ്പിട്ട് കൊടുക്ക്, നാച്ചുറലായിട്ടുള്ളത് കൊടുക്ക്. പക്ഷേ ഇപ്പോൾ അത് നമുക്ക് കിട്ടാൻ നിവൃത്തിയില്ല. ഈ പ്രിപ്പയർ ചെയ്ത് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതെല്ലാം തന്നെ ജെനുവിനിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ്. തവിടില്ലാത്ത കഞ്ഞി. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ ഇതിനി തിരിച്ച് ഫുഡിന്റെ കാര്യത്തിലായി കീപ്പ് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഈ കോവിഡ് പോലെ സംഭവം ആഗോള തലത്തിൽ വ്യാപിച്ചു നിൽക്കുന്നു. ഇതിനൊന്നും ഒരു മുക്തി നേടണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് കുറഞ്ഞൊരു 10 വർഷമെങ്കിലും എടുക്കും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് പരാജയം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തുടക്കം നമ്മൾ എങ്ങനെ അത് എന്ന് പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ ഇത്രയും സെക്സുമായിട്ട് ബന്ധമാണ്. പറഞ്ഞുതരാം. അനാരോഗ്യകരമായ സെക്ഷൽ ആക്ടിവിറ്റീസ് ആണോ അതൊരു കാരണമാണ്. അത് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്ലാൻഡിൻ്റെ പേര് പോലും പബ്ലിക്ക് ശരിക്കും അറിയുന്ന ഈ അടുത്ത കാലത്താണ്. ഈ പണ്ടേ ഉണ്ടായിരുന്ന ഈ സാധനം നമ്മുടെയൊക്കെ ശരീരത്തിൽ, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാര്യമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം അതിന് പ്രാപ്തമായ രീതിയിലുള്ള ഭക്ഷണ രീതിയും ജീവിത രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ ഇറക്ഷൻ ഉണ്ടാകുന്നതും മൂത്രം കൺട്രോളോടുകൂടി പോകുന്നതും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതും മോഷൻ്റെ ഒക്കെ ഇങ്ങനെ കൺട്രോൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റത്തില്ല, എങ്ങും പോകാൻ പറ്റത്തില്ല, എപ്പോഴാണ് വരെ അറിയാൻ പറ്റുമോ? അപ്പോൾ അതിനെയെല്ലാം സൗകര്യപൂർവ്വം നിയന്ത്രിക്കുന്ന ജോലിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനുള്ളത്. ഇതിനകത്ത് നമുക്ക് അപ്പോൾ ഇതിന് ലക്ഷണം എന്ന് വെച്ചാൽ ശരിയായിട്ടും എനിക്ക് ഇങ്ങനെ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ടോ എന്ന്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് ആദ്യം പ്രധാനമായിട്ട് കണ്ടുവരുന്നത് യൂറിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. കാരണം നമുക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ് വരെ പോയി ഒഴിക്കണമല്ലോ, അതിനുള്ള സമയവും സാവകാശവും കിട്ടാതെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ മൂത്രം ഒഴിക്കാൻ തുടങ്ങിയാൽ ഫോഴ്സ് അധികം കിട്ടത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ വേറെ പറഞ്ഞുതരാം. അതായത് ഈ പൈൽസ് എന്ന് പറയുന്ന അസുഖം അത് മിക്കവാറും വളരെ കൂടുതലുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ ആയുർവേദത്തിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ പ്രാധാന്യം അനുസരിച്ച് ആദ്യം അതിൻ്റെ കാരണങ്ങൾ, രോഗകാരണങ്ങൾ പറയും. ഇന്ന 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 കാരണം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതിൽ പൈൽസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ അതുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പൈൽസിൻ്റെ കാര്യത്തിൽ അതിവ്യവായം, ആയാസം, ഭാരം, പ്രാവരണം, ഗുരു, അകാല ജാഗര, സ്വപ്ന, കഠിനോത്കടകാസന, ഇത്രയും കാരണങ്ങളാണ് പൈൽസിന് പ്രധാനമായിട്ടും പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവ്യവായം അമിതമായി സംഭവം ചെയ്യുന്നവർ പൈൽസിനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ആദ്യം പറയുന്നത്. ആയാസമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന, കുത്തിയിരുന്ന് വെയിറ്റ് എടുക്കുക, കൂടുതൽ സമയം ടോയ്ലറ്റിൽ പോയി കുത്തിയിരിക്കുക, അത് ആയാസം ഉണ്ടാക്കുന്നതാണ്. പ്രാവരണം, ഗുരുത്വം,
ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ കഴിക്കുക, അകാല ജാഗര സ്വപ്നം, അകാലത്തിൽ ഉറങ്ങുകയും ഉറക്കളക്കുകയും ചെയ്യുന്നത്, കഠിന ഉത്കടകാസനം, കഠിനമായ ഹാർഡ് സർഫസിൽ കൂടുതൽ സമയം ഇരിക്കുന്നത്, ഇതൊക്കെയാണ് പൈൽസിൻ്റെ പ്രധാന കാരണങ്ങൾ. അതിലാദ്യം പറയുന്നത് അതിവ്യവായം. അതാണ് ഈ ബന്ധപ്പെടുത്തിയെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ എന്താ പറയുക, ഈ ലിംഗവും ഈ സാധനമൊക്കെ അസ്ഥി ഇല്ലാത്തൊരവയവമാണ്. തൊലിയും മാംസവും മാത്രം, അത് പേരിന് മാത്രം. ഇത് ആവശ്യം വരുന്ന സമയത്ത് വളരെയധികം ശക്തിയുള്ളതും ബലമുള്ളതുമായ ഒരു ദണ്ട് പോലെ ആയി മാറുന്നു. അവിടെ ആരും കമ്പിയും കോലും അസ്ഥിയൊന്നും സ്ഥാപിക്കുന്നില്ല. അതെങ്ങനെയാണ് അങ്ങനെ ആകുന്നത്? അതിശക്തമായ രീതിയിൽ നമ്മുടെ മാനസിക പ്രചോദനം മൂലം ഒരു മൂഡ് വരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രചോദനം മൂലം ശക്തമായ രക്തസ്രാവം ആ ഭാഗത്തുണ്ടാകുന്നു. അങ്ങനെയാണ് അത് ഇത്രയും സ്ട്രെങ്ത് അതിനുണ്ടാകുന്നത്. ഇതാണ് എൻ്റെ മെക്കാനിക്കൽ ഫിനോമിന. അപ്പോൾ ഇത് അമിതമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാൾ അവൻ്റെ കപ്പാസിറ്റിയും കവിഞ്ഞ രീതിയിൽ ഒരുപാട് ഉപയോഗിച്ച് ഇതിൻ്റെ ഈ രക്തസ്രാവത്തിൻ്റെ ശക്തി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവും. ഇവിടെ ഈ പ്രോസ്റ്റേറ്റിനെയും പൈൽസിനെയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഈ രക്തം അമിതമായ ശക്തിയോടുകൂടി ആ ഭാഗത്തോട്ട് ഇരച്ച് കയറുമ്പോൾ അവിടെ ട്രാഫിക് പോലീസ് ഒന്നും നിൽപ്പിട്ടില്ല. ഇങ്ങോട്ട് പോകുന്നു. ആ ഭാഗത്തുള്ള എല്ലാ അവയവങ്ങളിലോട്ടും രക്തം സമ്മർദ്ദം കയറും. അങ്ങനെ സമ്മർദ്ദം നിരന്തരം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന് വരുമ്പോഴത്തേക്ക് ഈ പൈൽസിൻ്റെ മുകുളങ്ങൾക്ക് ബൾജിങ് ഉണ്ടാകും. ഈ ബാക്കി പറഞ്ഞ കാരണങ്ങൾ പറയുമ്പോൾ അവിടെ എല്ലാം ബൾജിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ട്. ഇത് സമ്മർദ്ദം അങ്ങോട്ട് കയറി വീർക്കുക. മറ്റേത് കഠിനമായ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അത്രയും വീർക്കത്തില്ല. അപ്പം അതിൻ്റെ പ്രധാന കാരണം ഇതാണ് ശാസ്ത്രീയമായ. അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞപ്പോൾ അത് പഴയ പോലെ ആയല്ലോ. ആ ശക്തിയും ശ്രദ്ധ ഉടന്നു വന്നു. ഈ ഒരു ഫിനോമിന, ഈ രക്തം ശക്തമായി ഇരച്ചു കയറുന്നു. മാനസിക പിരിമുറുക്കം കൊണ്ടാണോ ഇത് ഉണ്ടാകുന്നത്? മാനസിക പിരിമുറുക്കം കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു കാരണമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസിൻ്റെയും നിയന്ത്രണം ഹോർമോൺസിനാണ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാലും എൻസൈംസ് എന്ന് പറഞ്ഞാലും എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ മാനസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് നമുക്കത്ര വിശ്വാസം വരുന്നില്ല. ശാരീരികമായ വ്യാപാരങ്ങളെക്കാളും കൂടുതൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാനസികമായിട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ വരുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഊറും. ആ എൻസൈം ഇതിൻ്റെ ദഹനത്തിനും ആവശ്യമാണ്. അത് അഡ്വാൻസ് ആയിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നത് എങ്ങനെ? ഉള്ളി പിഴിഞ്ഞൊഴിച്ചിട്ടില്ലല്ലോ. ആ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ മനപ്രയാസം കൊണ്ട് ആകെ ടെൻഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോയി, അങ്ങനെ ടെൻഷന് മിണ്ടാൻ പോലും വയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കരയാമെന്നുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും. ലാഫിംഗ് തെറാപ്പി എന്ന് പലയിടത്തും നടത്തുന്നുണ്ട്. ശുദ്ധ വിഡ്ഢിത്തരം അവർ കാണിക്കുന്നത്. അതായത് ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. അതുകൊണ്ടാണ്. കാരണം അവർ സ്വിച്ചിട്ട് പോലെ 1 2 3 പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഗോഷ്ടി കാണിക്കുന്നു. ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഇന്നർ മൈൻഡ്. ആ വരുന്നതനുസരിച്ച് നമ്മുടെ ഹോർമോൺസിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരും. ആ ഹോർമോൺസാണ് നമുക്ക് ഹെൽത്തി ലൈഫ് തരുന്നത്, അല്ലാതെ ബാഹ്യമായി ചിരിയല്ല. ബാഹ്യമായി ചിരിക്കുന്നത് സദാചാരപ്രകാരം അങ്ങനെ അത്രയും ഒച്ചത്തിൽ ചിരിക്കാനും പാടില്ലെന്നാണ് പറയുന്നത്. എപ്പോഴും ഒരു മന്ദസ്മിതം കൊണ്ട് നമുക്കൊരു മനസ്സും കിട്ടണം. അപ്പോൾ ശരിയായിട്ടും ഒരു ചിരിക്കണമെന്ന് തോന്നുന്ന അവസരത്തിൽ ആഹ്ലാദത്തോടെ ചിരിക്കുകയും ഉള്ളിന്ന് വരുന്ന ചിരി കരയണമെന്ന് തോന്നുന്നു. അത് മാത്രമേ എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യത്തുള്ളൂ. കരയണമെന്ന് തോന്നുമ്പോൾ കൃത്യമായി കരയുകയും ചെയ്താണ് ശരീരത്തിനെ ബാലൻസ് ചെയ്യേണ്ടത്. അതെ, അതാണ് ശരിയായിട്ടുള്ള ആരോഗ്യവും ഒക്കെ ഹോർമോൺസിനെ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. മക്കളുടെ തൊഴുത്തില് ഒക്കെ ഇപ്പം പാട്ട് വെച്ചിട്ട് സംഗീത കച്ചേരിയൊക്കെ പാട്ട് ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട്. അത് അതിനകത്ത് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയേണ്ടി വരും. അതായത്
പൊതുവെ മനുഷ്യനൊരു ധാരണയുണ്ട് വിവേചന ബുദ്ധിയുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണെന്ന്. എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെ മുന്നിൽ തന്നെ നമുക്ക് കാണാം പല പല വീട്ടുമൃഗങ്ങളും മനുഷ്യനേക്കാളും കൂടുതൽ വിവേകത്തോടു കൂടി പെരുമാറുന്നത്. അപ്പം അവർക്ക് ഈ പാട്ട് ആസ്വദിക്കുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്ക് തീർത്തും അത്ര, ഞാൻ അതിൻ്റെ ഒരു വിദഗ്ധനുമല്ല, അറിയത്തില്ല. എങ്കിലും ഉണ്ടായിരിക്കണം. അത് ധാരാളം പാല് കൂടാറുണ്ട് പറയാം. സിമുലേഷൻ്റെ വ്യത്യാസം എന്തിനും ധാരാളം പാല് കൂടുമെന്ന് പറയുന്നത്. കാരണം ഈവൻ ആളൊന്ന് മാറി കറന്നാൽ പോലും പാലിൻ്റെ അളവിന് വ്യത്യാസം വരും. അവർക്ക് ആ സ്പർശന സുഖത്തിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. തീർത്ത് ഞാൻ പറയുന്നില്ല, നമ്മൾ അനുമാനിക്കുന്നതാണ്. അപ്പൊ ഈ